കച്ചവടങ്ങളായി മാറാത്ത വിശുദ്ധമായ വിശ്വാസങ്ങൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ട് പുതിയ മാർക്സിസം. ഞാൻ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു നമ്മൾ നോക്കേണ്ടത് ഒരു ലോകത്ത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഒരു ചെറിയ ന്യൂനപക്ഷം അവർ അധികാരം കൈയാളിക്കൊണ്ടിരുന്നു. ദേ നോ ദ ന്യൂവാൻസസ് ഓഫ് പവർ. ഈ പവറിന് ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നല്ല അവെയറായിട്ടുള്ള തറവായിട്ടുള്ള കുറേ മനുഷ്യരാണ് ഇത് നൂറ്റാണ്ടുകളുടെ അധികാരം കൈകാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഈ പ്രോളിറ്റേറിയൻസിൻ്റെ അധികാരം വന്ന സോവിയറ്റ് യൂണിയൻ. അവർ ഇന്ന് വരെ അധികാരം കൈയാളിയിട്ടില്ല. അപ്പോൾ അധികാരത്തിൻ്റെ ചതിക്കുഴികൾ അവർക്ക് അറിയത്തില്ല, അധികാരത്തിൻ്റെ എക്സ്റ്റൻഷൻ അറിയത്തില്ല, അധികാരത്തിൻ്റെ പൊട്ടൻഷ്യൽ ഒന്നും അറിയാത്ത ഒരു വിഭാഗത്തിൻ്റെയിലാണ് അധികാരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ദേ വെർ ഇമ്മെച്യൂർ ടു ഹോൾഡ് പവർ. അതുകൊണ്ട് തന്നെ അധികാരം സ്ഥിരം കൈയാളിരുന്ന ആളുകൾക്ക് ഇവരെ വളരെ പെട്ടെന്ന് ട്രാപ്പ് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സോവിയറ്റ് യൂണിയനിൽ ഒരു ഗോർബച്ചേവ് വരുന്നു. ഗോർബച്ചേവ് ഇവർക്ക് അരിപ്പുകളിൽ കൂടെ അരിച്ചരിച്ചരിച്ചാണ് വരുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിപ്പയ്ക്ക് ഫ്രെയിം മാത്രമേ ഉള്ളൂ, അരിപ്പയില്ല. അതുകൊണ്ടാണ് ഈ പിണറായി വിജയനൊക്കെ മുകളിൽ വരുന്നത്. അതർവൈസ് യു നോട്ട് ഹവ് കം. അപ്പം നമ്മൾ ഗോർബച്ചേവ്, ചെഷസ്ക്യൂ, പോൾ പോട്ട് ഇവരൊക്കെ എങ്ങനെയാണ് വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഗോർബച്ചേവ് വന്നിട്ട് എന്താ ചെയ്യണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടുന്നു. നമ്മുടെ ഒരു കൊച്ചു ക്ലബ്ബ് നമുക്കതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, നമ്മൾ പിരിച്ചുവിടില്ല. അയാളെ ആസ് CPSU ജനറൽ സെക്രട്ടറി അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടുന്നു. എന്നിട്ട് സോവിയറ്റ് യൂണിയൻ തകർത്തരിപ്പണായിട്ട് പോകുന്നു. നിങ്ങൾ നോക്കുക, 1917 സെക്കൻഡ് വേൾഡ് വാർ തീരുമ്പോൾ തൊട്ട് 1917 വരെ 1991 വരെ ഉള്ള സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്യുന്നവരെ എത്ര യുദ്ധങ്ങളുണ്ടായിരുന്നു നോക്കുക, വളരെ കുറവാണ്. 1991 ശേഷം യുദ്ധമില്ലാത്ത ഒരു വർഷം പറ. ഈ യുദ്ധം നടക്കുന്ന ആരാണ്? യുദ്ധത്തിൻ്റെ നടത്തുന്ന എന്താണ് ഈ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഉണ്ടാക്കുന്ന കച്ചവടക്കാരനാണ് യുദ്ധം ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രസിഡൻറ്റും അല്ല. അവരുടെ കച്ചവടം നടക്കണം, യുദ്ധം നടക്കണം, ഇല്ലേ? രോഗി ഉണ്ടെങ്കിലല്ലേ മരുന്ന് കച്ചവടക്കാരൻ നടക്കുള്ളൂ. അവരുടെ ബിസിനസ് നടക്കണം, യുദ്ധം നടക്കണം. അതുകൊണ്ട് അവരെപ്പോഴും യുദ്ധം ഉണ്ടാക്കും. അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിന് അവരുടെ ഏജൻസ് ആണ് all these presidents and all these head of the states. They serve their masters who are the corporate houses. അവരാണ്. അപ്പം യുദ്ധം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, അധികാരങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കമ്മ്യൂണിസം വന്നൊരു സാധനം ആപ്പടെ, അതായത് ഒരു മനുഷ്യൻ മറ്റൊരു ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അതിനപ്പുറം ഹ്യൂമാനിറ്റി ഇല്ല, അതിനപ്പുറം പക്ഷേ വളരെ പെട്ടെന്ന് അതിനെ ചൂഷണം ചെയ്ത് നമ്മുടെ ഇവിടെ നോക്ക്, നമ്മുടെ ഇവിടെ ഭയങ്കര രസകരമായ ഒരു ഇൻസിഡൻ്റാണ്. 100 വർഷമാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയിട്ട്. എനിക്കൊണ്ട് സെപ്റ്റംബറിലോ തുടങ്ങി. ഡിസംബറിലാണ് RSS ഫോം ചെയ്യുന്നത്. ഒരു വർഷമാണ്. തിരിച്ചല്ലേ സർ? ഡിസംബറിൽ കമ്മ്യൂണിസ്റ്റ് ആദ്യമാണ് RSS ഉണ്ടാകുന്നത്. രണ്ടും ഒരേ 100 വർഷമാകുന്നു. അപ്പോൾ അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വിവേകാനന്ദ പറഞ്ഞത്, ദ റൂൾ ഓഫ് ദ ശൂദ്രാസ് വിൽ കം ഇൻ ഇന്ത്യ. ശൂദ്രാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ലേബർ. കാരണം ഇവിടെ മാർസിൻ്റെ കാഴ്ചപ്പാടിലുള്ള തൊഴിലാളിയൊന്നും ഇവിടെ ഇല്ല. ബംഗാളിൽ 3 ഫാക്ടറിയും ചെന്നൈയിൽ 2 ഫാക്ടറി ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ മുഴുവനും ജന്മിയും കുടിയാനുമാണ്. ഇവിടെ ചൂഷണം ചെയ്യുന്ന ജന്മിയും ചൂഷണം അനുഭവിക്കുന്ന കുടിയാനുമാണ്. ജന്മി ബ്രാഹ്മണനാണ്. ഇന്ത്യയിൽ 3% ബ്രാഹ്മിൻസേ ഉള്ളൂ. കേരളത്തിൽ 1% നമ്പൂതിരിമാരുണ്ടായിരുന്നത്. ഇവരാണ് ഭൂരിഭാഗം ലാൻഡ് ഓൺ ചെയ്യുന്നത്. ഇവരാണ് മറ്റൊരു എക്സ്പ്ലോയിറ്റ് ആണ്. അപ്പോൾ ദ റൂൾ ഓഫ് ദ ശൂദ്രാസ് മീൻസ് ദ റൂൾ ഓഫ് ദ പ്രോളിറ്റേറിയറ്റ്സ് ആണ്. അപ്പം അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് RSS തുടങ്ങുമ്പോൾ ബ്രാഹ്മിൺ സൂപ്രമസിക്ക് വേണ്ടിയിട്ട് RSS തുടങ്ങുന്നത്. ഹിന്ദുത്വം ഒന്നുമല്ല. ഇറ്റ് ഈസ് ഫോർ ബ്രാഹ്മിൺ സൂപ്രമസി സ്റ്റാർട്ടഡ് ബൈ ദ മറാത്തി ബ്രാഹ്മിൻസ്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് നോക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രോളിറ്റേറിയൻസിൻ്റെ പാർട്ടിയുടെ തലപ്പത്ത് മുഴുവനും ബ്രാഹ്മിൺസ് വരുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ലിസ്റ്റ് എടുത്ത് നോക്ക്, ഒരൊറ്റ ദളിതനെ നിങ്ങൾ കാണിക്കില്ല, ഒരാളെ നിങ്ങൾ കാണിക്കില്ല. ദേ വർ ഓൾ ബ്രാഹ്മിൺസ്. ആദ്യകാലം. ഇന്നാരാണ് സാർ? കുറവാണ്. ഇപ്പോഴും കുറവാണ്. ഇന്നാരാണ്? എത്ര CPI ജനറൽ സെക്രട്ടറി, CPM ജനറൽ സെക്രട്ടറി, CPI എന്നൊക്കെ പറഞ്ഞ ഇൻസിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിൽ ബഹുഭൂരിപക്ഷം വരുന്ന 80% വരുന്ന ശൂദ്രാസ് ഉള്ള സ്ഥലത്ത് അവരുടെ ഭരണം വരുന്നിടത്ത് ഇത് കയറി വരികയും ഈ അപ്പർ കാസ്റ്റ് ആളിൽ മാത്രം വരുന്ന അവരുടെ രീതിയിൽ they worked as terminator. For example, a person like EMS, he worked as a terminator seed. അയാൾ നമ്പൂരിത്തമാണ് ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ്. അപ്പോൾ അയാളുടെ ഇതിനകത്തൊരു കാസ്റ്റ് തരും. അയാളുടെ മക്കളെല്ലാം കല്യാണം കഴിച്ചിട്ട് നമ്പൂരിമാരാണ്. ഞാൻ അയാളുടെ വീടിനകത്ത് പടം എടുക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അയാളുടെ വീടിനകത്ത് ഫുഡ് കൊടുക്കുന്ന, നമ്മൾ ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് ഒരു ചെവറിലൊരു കുഴിയുണ്ട്. അവിടെ എല്ലാ ദൈവങ്ങളുടെയും പടം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, അറിയാമോ? അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, അത് ചെറുമക്കളുടെയാണെന്നോ? ചെറുമക്കളുടെയാണ്. അപ്പം മക്കളെ പോലും ഇയാൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ വന്നിട്ട് ഈ ബ്രാഹ്മിണിസമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് എന്ത് പറ്റി?
ഇന്ന് പിണറായി വിജയൻ ഒരു നമ്പൂതിരിയാണ്. നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നമ്പൂതിരിയുടെ ആറ്റിറ്റ്യൂഡ്. അയാളുടെ അടുത്ത് അയാളുടെ മന്ത്രിസഭയിൽ അംഗങ്ങൾക്ക് ചേരാൻ അങ്ങനെ ഒക്കില്ല. സഖാവേ എന്നാണ് ഈ വിളിക്കുന്നത്, അതായത് ഈക്വലാണ്. സാറില്ല, സഖാവാണ്. ആ സഖാവിൻ്റെ മുമ്പിൽ മന്ത്രിമാർക്ക് ചെല്ലാനൊക്കില്ല. അതിനെ നമ്മൾ കാസ്റ്റ് എന്ന് വിളിക്കണോ സർ? അത് ക്ലാസ് കാസ്റ്റാണ് നമ്മുടെ, ഞാൻ പറട്ടെ, ക്ലാസ് നമ്മൾ ആ ബോധം അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായി. നമ്മളിപ്പോൾ കടയിൽ പോകുമ്പം സാധനം മേടിക്കുമ്പോൾ ബ്രാഹ്മിൻസ്, നമ്പൂരീസ് എന്നൊക്കെ പറഞ്ഞ പൊടികൾ മേടിക്കുന്നില്ലേ, പൊടികൾ പുലയൻസ്, പറയൻസ് എന്ന് എഴുതി ആര് മേടിക്കും? ഓക്കെ, മനസ്സിലായി. വൈ? എന്തുകൊണ്ട്? ദാറ്റ് ഈസ് ദ കാസ്റ്റ്. ഒരു കൗതുകം പറയാം സർ, ഇന്ന് EMSനെ കുറിച്ച് പറയേണ്ട ദിവസം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ 19-ന്. ഓക്കെ, ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ വിവേകാനന്ദനെ സാറ് ആവർത്തിച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. ശൂദ്രന്മാരുടെ ഭരണമാണ്, റൂൾ ഓഫ് ദ ശൂദ്രാസ് വിൽ കം. അത് വരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി ഈ പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആളല്ല, മതത്തിൻ്റെ ആളല്ല, എന്നാൽ ആത്മീയവാദിയുമാണ്. സ്വാമി വിവേകാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിപ്ലവം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വപ്നം കാണേണ്ടതുണ്ട് എന്ന് പണ്ട് പല ദാർശനികന്മാരും പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കെ ദാമോദരൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. സാറിന് ഈ വിശ്വാസത്തെയും ഈ മീൻസ് ക്ലാസിനെയും കാസ്റ്റിനെയും ഏതാണ്ട് സമഭാവനയോടെ അല്ലെങ്കിൽ ഒരു തലത്തിൽ ഒരു പോയിന്റിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിമോചന സ്വപ്നം ഇന്ത്യക്ക് സാധ്യമാണോ? ഇന്ത്യ വിമോചനം കിട്ടിയിട്ട് എനിക്കൊരു പുണ്ണാക്ക് നേടാനില്ല. ആൻഡ് ഈസ് ബോതേഡ്. ഇന്ത്യക്ക് വിമോചനം, ആരിൽ നിന്ന് വിമോചനം കിട്ടാൻ? ഒന്ന് കാസ്റ്റും ക്ലാസ്സും എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് ഇന്നത്തെ ബ്രാഹ്മിൻസിൻ്റെ വ്യാഖ്യാനമാണ്. കാസ്റ്റ് വേറെ അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ പറഞ്ഞു ആരാണ് മറ്റേ രാമായണം എഴുതിയ വാൽമീകി എന്ന് പറയും. വാൽമീകി ഒരു വേടനായിരുന്നു. പക്ഷേ വേടന്, ദളിതന് സംസ്കൃതമോ വേദമോ കേൾക്കുകയാണെങ്കിൽ ചെവിയിൽ ഈയമൊഴിക്കണമെന്നും സംസാരം നാക്ക് പിഴുന്ന ബ്രഹ്മസൂത്രത്തിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ബ്രഹ്മസൂത്ര ബൈ വേദവ്യാസയിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വേടൻ ഇത് പഠിച്ചത്? നമ്മളിത് ചോദിക്കാറേ ഇല്ല. എങ്ങനെയാണ് സത്യവതി എന്ന മുഖ്യ സ്ത്രീക്കുണ്ടായ പരാശരൻ റേപ്പ് ചെയ്ത, പരാശരൻ ബലാത്സംഗം ചെയ്തുണ്ടായാണ്, ഒരു സംശയമില്ല. ഹി റേപ്ഡ് എ വുമൻ. സന്യാസീസ് വിൽ ഡു ഓൾ ദീസ് നൊട്ടോറിയസ് ആക്ട്സ്. സന്യാസി പള്ളിയിലച്ചന്മാരൊന്നും പോകല്ല. ദേ ആർ നൊട്ടോറിയസ് ക്യാരക്ടേഴ്സ്. ദേ വുഡ് റേപ്പ് എനിബഡി. അപ്പോൾ ആ റേപ്പ് ചെയ്ത സത്യവതിയുടെ ഉണ്ടാകുന്ന കുഞ്ഞ് ബ്രാഹ്മണനാവില്ലെങ്കിൽ കേരളത്തിലെ നമ്പൂരിമാരുടെ മക്കളെല്ലാം ബ്രാഹ്മണരാണ്. മന്നത്തുവപ്പനാവും ബ്രാഹ്മണനാകുണ്ടെങ്കിൽ മന്നത്തുവപ്പനാൻ്റെ അച്ഛൻ നമ്പൂരിയാണ്. അങ്ങനെ ആവില്ല. ജന്മം കൊണ്ടേ ബ്രാഹ്മണനാവുള്ളൂ, ജന്മം കൊണ്ട് മാത്രം. അതുകൊണ്ട് കാസ്റ്റും ഒന്നല്ല, കാസ്റ്റ് മാത്രമേ ഉള്ളൂ, ക്ലാസ് ഇല്ല. ഇനി അന്നത്തെ നിങ്ങൾ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ട്, അറിവ് കൊണ്ട് നേടിയവരാണ് ബ്രാഹ്മണരെങ്കിൽ ഐ ഷുഡ് ബി എ ബ്രാഹ്മൺ, യു ഷുഡ് ബി എ ബ്രാഹ്മൺ, വി ആർ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അല്ല, അത് കാസ്റ്റാണ്. അതൊരു വിഭാഗം സ്വന്തം കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ബോധപൂർവം കൊണ്ടുവന്നതാണ്. ഇനി ഇന്ത്യയിലൊരു വിപ്ലവം ഉണ്ടാകും എന്നുള്ള, ഇന്ത്യയിൽ വിവേകാനന്ദനെ പിടിച്ചോ, വിവേകാനന്ദൻ ഞാൻ കോട്ടിയ ഒരു കാര്യമുണ്ട്. ഞാൻ വളരെ കൊച്ചിലെ ഒരു സന്യാസിയാകാൻ ആഗ്രഹിച്ചാണ്. അപ്പം എഡ്യൂക്കേറ്റഡ് സന്യാസിയായിരിക്കണം. ബബ്ബ എന്ന് പറഞ്ഞ ഒരു വിവരമുള്ള എല്ലാം പരമാത്മാവ് ആത്മാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണ്ടത്തരം പറയണമായിരിക്കില്ല എന്നുള്ളതുകൊണ്ട് കൊച്ചിലെ ഇത് പഠിക്കുകയും ഒരു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ വിവേകാനന്ദൻ്റെ 10 വോളിയമും അന്ന് 10 വോളിയമാണ് കംപ്ലീറ്റ് വർഷം മുഴുവൻ വായിക്കുന്നു. ഉപനിഷത്തിൽ ഇങ്ങനെ വായിച്ച് വരുമ്പോഴാണ് ഇത് മൊത്തം അടിമുടി ഉടായ്പാണെന്നെടുത്ത് തെളിയുന്നത്. അത് ഒന്ന് വിവേകാനന്ദൻ്റെ ഇതാണ്. ജഗന്നാഥപുരിയിലെ ക്ഷേത്രം ഹിന്ദുക്കളുടെ അല്ല, അത് ബുദ്ധിസ്റ്റുകളുടെയാണ്. ബുദ്ധിസം വരുന്നതിന് മുമ്പ് നമുക്ക് എന്തുണ്ടായിരുന്നു? കുറച്ച് സ്ക്രിപ്റ്റേഴ്സിനപ്പുറം നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ലൈബ്രറി സിസ്റ്റം, നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം ബുദ്ധിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനാണ്. ഈ വൈഷ്ണവ എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് വല്ലാണ്ടൊരു എവിടെയായി നമ്മൾ പോകുന്നതെന്ന്. പിന്നെ അന്ന് സന്യാസിയാകണമെങ്കിൽ ഗ്രാജുവേഷൻ എടുത്തിട്ട് ശ്രീരാമകൃഷ്ണ മിഷനുണ്ട് വിവേകാനന്ദ കൽക്കട്ടയിൽ. അവിടെ ജോയിൻ ചെയ്യണേ ഗ്രാജുവേഷൻ വേണം. അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് ഒരു കുംഭമേള വരുമ്പോൾ അവിടെ പോയി ഈ അഘോരികളോടൊപ്പം ഹിമാലയത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിന് ഞാൻ പോയിട്ടില്ല. ഐ വുഡ് നെവർ ഗോ ടു ദിസ് ഫിൽത്തി പ്ലേസ്. ഞാനത് അന്നത്തെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആകണം എന്നുള്ളതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ അമൃതാൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചത്, താങ്കൾ ഈ ബുക്കുകളൊക്കെ വായിച്ചു എങ്ങനെ മോനെ, എനിക്കെങ്ങനെ മോനെ വായിക്കാൻ കഴിയും? അതായത് ഈ ഇന്ത്യൻ ഫിലോസഫിയുടെ പറഞ്ഞ എവിടെയാണ്? ഈ സ്ക്രിപ്റ്റേഴ്സാണ് ഇതിൻ്റെ അടിസ്ഥാനം അല്ലേ? ഈ സ്ക്രിപ്റ്റേഴ്സ് വായിക്കാൻ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവണേ? അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ദൈവം ഒഴിച്ചു കൊടുത്താണ് പറഞ്ഞത്. ദൈവം ഒഴിച്ചു കൊടുക്കുന്ന സാധനം നമുക്ക് അതെല്ലാം മഴ ഓട്ടയുള്ളതുകൊണ്ട് മഴ വെള്ളമല്ലേ ആയിരിക്കും.
ഷുഗറിലെ സീലിങ്ങിൽ ഓട്ടകളുണ്ട്, മഴ വല്ലതും വല്ലതും വീണായിരിക്കും, അല്ല ദൈവം ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇഗ്നറാമസ് ഇഡിയറ്റ്സ് ആയ സന്യാസിയാകരുത്. വൺസ് അഗൈൻ സാർ, ഈ വിവേകാനന്ദൻ അങ്ങയുടെ കണ്ണ് തുറപ്പിച്ചു, ഈ ഒരു വിമർശന ബുദ്ധിയ ഇതിനെ വായിക്കാനൊക്കെ തുറപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ കാണണം, അയാളൊക്കെ വിട്ടു കേട്ടെ, വിവേകാനന്ദനെ വിട്ടു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പിന്നെ കണ്ട അയാൾ ഹെൽപ്പ് മീ. അതെ, ഹെൽപ്പ് മീ എന്ന് വെച്ചാൽ എങ്ങനെ ഈ ഉടായ്പ പരിപാടിയിലേക്ക് ഞാൻ പോകുന്നതിന് തടഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു സന്യാസിയൊക്കെ ആയിട്ട് ഒരു ദുരന്തമായിരിക്കുമായിരുന്നു എനിക്ക്. അതില്ലാതായി വന്നതിന് വിവേകാനന്ദനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, അല്ലാതെ. എനിവേ സാർ, നമ്മളത് അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ആശങ്ക ഇപ്പോഴും ബാക്കിയാണ്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും മഹാഭൂരിപക്ഷം മനുഷ്യരും ദൈനംദിനം കൂടുതൽ വിശ്വാസികളായിക്കൊണ്ടിരിക്കുന്നു. ആകട്ടെ, ആചാരങ്ങളുടെ പുറകെ വളരെ യാന്ത്രികമായി ചലിക്കുന്ന ഒരു ജനതയായിട്ട് എല്ലായിടത്തും ഈ ഒരു ട്രെൻഡ്, വലിയ ഫാഷനും പാഷനും ഒക്കെ ആയിട്ട് ആചാരങ്ങളും, ഇപ്പോൾ സാറ് പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ, കുംഭമേള തൊട്ട് നമ്മുടെ പൊങ്കാല വരെ, എങ്ങോട്ടായിരിക്കും ഈ പുതിയ പോക്ക്? അല്ല അതിനെന്താ കുഴപ്പം? സാറ് പറഞ്ഞ ഇതിൻ്റെ കോൺട്രാക്ഷൻ എന്താണ് സാറ്? പുതിയ വിദ്യാഭ്യാസം, പുതിയ കാഴ്ചപ്പാട്, പുതിയ അവബോധം ഒക്കെ പുതിയ തലമുറയിലേക്ക് കൂടുതൽ വരുന്നുണ്ടല്ലോ. വിശ്വാസം അത്ര തന്നെ കൂടി വരുന്നു. അല്ലാതെ അങ്ങനെ ആകട്ടെ. ഞാൻ പറയുന്നത് ഇപ്പം ക്രിസ്തുവിനും ബുദ്ധനും ഒന്നും വിചാരിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത സാധനം നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ കഴിയും നമ്മൾ കരുതുമ്പോൾ നമ്മൾ വിഡ്ഢിയായതുകൊണ്ടാണ്. എനിക്ക് ആരെയും മാറ്റണ്ട, ഞാൻ മാറിയാൽ പോരെ. ഓഫ് കോഴ്സ് അവിടെ ലോകത്ത് എന്തോ നടക്കട്ടെ, ബട്ട് ആൻഡ് ഈസ് ബോദർഡ് അബൌട്ട് ദീസ് തിങ്സ്. ദോസ് തിങ്സ് ഡോണ്ട് അഫക്ട് മീ. എൻ്റെ പരമാധികാരി ഞാനാണ്. അവിടെ ഈ സാധനങ്ങളൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിനപ്പുറം എനിക്ക് ഒരു റൈറ്റും ഇല്ല. യെസ്, തീർച്ചയായിട്ടും. ജെ രാജശേഖരൻ നായർ ജേർണലിസ്റ്റ് ആകുന്നത് അവിടെയാണ്. ലോകം നന്നായാലും ഇല്ലെങ്കിലും